പ്രപഞ്ചത്തിന്റെ വിശാലമായ വിസ്തൃതിയിൽ ജീവിതത്തിന്റെയും മരണത്തിന്റെയും അനന്തമായ ചക്രം എല്ലാ ജീവജാലങ്ങളെയും ബന്ധിപ്പിക്കുന്നു. സ്വർഗീയ മണ്ഡലങ്ങൾക്കിടയിൽ രണ്ട് ശക്തികൾ ശാശ്വതമായ വൈരുദ്ധ്യത്തിൽ നിലകൊള്ളുന്നു. ദേവന്മാർ പുണ്യത്തിന്റെ പ്രഭയുള്ള ജീവികൾ, അസുരന്മാർ അഭിലാഷത്തിന്റെയും ആഗ്രഹത്തിന്റെയും ആവേശകരമായ ആത്മാക്കൾ. എന്നിരുന്നാലും അവരുടെ വിധി ശാശ്വതമല്ല. രണ്ടും പുനർജന്മ ചക്രമായ സംസാരത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈ സ്വർഗീയ അസ്തിത്വങ്ങളുടെയും അവരുടെ പുനർജന്മത്തെ നിർണയിക്കുന്ന കർമ്മശക്തികളുടെയും ആകർഷകമായ യാത്രകൾ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു. ദേവന്മാർ പലപ്പോഴും പ്രകാശം, ജ്ഞാനം, പരോപകാരം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉന്നത മണ്ഡലങ്ങളിൽ വസിക്കുന്ന അവർ തങ്ങളുടെ മുൻകാല പുണ്യകർമ്മങ്ങളാൽ അപാരമായ ആനന്ദവും ശക്തിയും അനുഭവിക്കുന്നു. എന്നാൽ തെറ്റിദ്ധരിക്കരുത്, അവരുടെ അസ്തിത്വം ശാശ്വതമല്ല. മറുവശത്ത് പലപ്പോഴും അവരുടെ എതിരാളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അസുരന്മാർ അഭിലാഷം, അസൂയ, തീവ്രമായ ആഗ്രഹങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. അന്തർലീനമായി തിന്മയല്ലെങ്കിലും അവരുടെ മത്സര സ്വഭാവം പലപ്പോഴും ദേവന്മാരുമായുള്ള സംഘർഷത്തിലേക്ക് നയിക്കുന്നു. ഈ രണ്ട് ശക്തികളും പ്രപഞ്ചത്തിനുള്ളിലെ ദ്വന്ദ്വങ്ങളെ പ്രതിനിധീകരിക്കുന്നു: വെളിച്ചവും നിഴലും, ധർമ്മവും ദുഷ്ടതയും. എല്ലാ ജീവികളെയും പോലെ ദേവന്മാരും അസുരന്മാരും കർമ്മത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. ദേവകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വർഗീയ പദവി പലപ്പോഴും വലിയ മുൻകാല യോഗ്യതയുടെ ഫലമാണ്. ഔദാര്യം, അനുകമ്പ, നിസ്വാർത്ഥത. എന്നിരുന്നാലും അവരുടെ ജീവിതം ആശ്വാസം നിറഞ്ഞതാണ്. കാലക്രമേണ അവരുടെ യോഗ്യത കുറയുന്നതിന് കാരണമായ സംതൃപ്തിയിലേക്ക് നയിച്ചേക്കാം. അസുരന്മാരാകട്ടെ മഹത്തായ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ പലപ്പോഴും അവരുടെ പ്രവൃത്തികളെ അഹങ്കാരമോ അസൂയയോ അത്യാഗ്രഹമോ കൊണ്ട് കളങ്കപ്പെടുത്തുന്നു. അവരുടെ കർമ്മ സന്തുലിതാവസ്ഥയിലെ ഈ ദ്വൈതത അവരുടെ വിധിയെ രൂപപ്പെടുത്തുന്നു. ശോഭയുള്ള ദേവന്മാർ പോലും സംസാരത്തിൽ നിന്നും മുക്തരല്ല. അവരുടെ സഞ്ചയിച്ച യോഗ്യത തീർന്നുകഴിഞ്ഞാൽ അവർ താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് പുനർജനിക്കും, ഒരുപക്ഷേ മനുഷ്യരോ മൃഗങ്ങളോ അല്ലെങ്കിൽ മോശമായവരോ ആയി. എത്ര ദൈവികമായാലും ഒരു പദവിയും ശാശ്വതമല്ല എന്ന ഓർമ്മപ്പെടുത്തലായി അവരുടെ പതനം പ്രവർത്തിക്കുന്നു. അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീവ്രമായ അഭിലാഷം അവരെ ഉയർച്ചയിലേക്ക് നയിക്കും, എന്നാൽ അവരുടെ ഉദ്ദേശ്യങ്ങൾ പലപ്പോഴും അവരെ കലഹങ്ങളുടെ ഒരു ചക്രത്തിലേക്ക് കൂട്ടിയിണക്കുന്നു. ഇടയ്ക്കിടെ ഒരു അസുരൻ സ്വയം അവബോധത്തിലേക്ക് തിരിയുകയും അവരുടെ സ്വഭാവത്തെ മറികടന്ന് ചക്രത്തിൽ നിന്നും മുക്തനാകുകയും ചെയ്യും. ദേവന്മാരുടെയും അസുരന്മാരുടെയും പുനർജന്മ ചക്രം മനുഷ്യരാശിക്ക് അഗാധമായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു. ഏറ്റവും വലിയ സുഖവും ശക്തിയും പോലും ക്ഷണികമാണെന്ന് ദേവന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അലംഭാവം ഒഴിവാക്കാൻ നാം ആത്മീയ വളർച്ചയ്ക്കായി പരിശ്രമിക്കണം. അസുരന്മാർ നമ്മെ അനിയന്ത്രിതമായ ആഗ്രഹത്തിന്റെ അപകടങ്ങളും വീണ്ടെടുപ്പിനുള്ള സാധ്യതയും പഠിപ്പിക്കുന്നു. തീവ്രമായ അഭിനിവേശങ്ങൾ പോലും ആത്മബോധത്തോടെയും അച്ചടക്കത്തോടെയും ആത്മീയ പുരോഗതിയിലേക്ക് നയിക്കാനാകും. ദേവന്മാരുടെയും അസുരന്മാരുടെയും കഥകൾ വെളിപ്പെടുത്തുന്നത് ഒരു ജീവിയും സ്വസിദ്ധമായി ഉയർന്നതോ താഴ്ന്നതോ അല്ല എന്നാണ്. രണ്ടും മഹത്തായ കോസ്മിക് നൃത്തത്തിന്റെ ഭാഗമാണ്. അവരുടെ കഥകൾ മനസ്സിലാക്കുന്നതിലൂടെ എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധവും ഓരോ ആത്മാവിലും പരിവർത്തനത്തിനുള്ള സാധ്യതയും നാം കാണുന്നു. ദേവന്മാരുടെയും അസുരന്മാരുടെയും യാത്രകൾ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ചക്രത്തിലെ നമ്മുടെ സ്വന്തം പാതകളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ അടുത്ത ജീവിതം എന്തായിരിക്കും? മനസ്സലിവ്, അനുകമ്പ, സ്വയം അവബോധം എന്നിവയിലൂടെ നമുക്ക് നമ്മുടെ വിധി രൂപപ്പെടുത്താനും ഒരുപക്ഷേ ഒരു ദിവസം സംസാരത്തിൽ നിന്ന് മോചിതരാകാനും കഴിയും. ഇനി ദേവന്മാരും അസുരന്മാരും സ്വീകരിച്ച പുനർജന്മങ്ങളെക്കുറിച്ച് വിശദമാക്കാം. ഹിരണ്യകശിപുവിന്റെ ഇളയ സഹോദരൻ ഹിരണ്യാക്ഷൻ വിഷ്ണുവിന്റെ വരാഹ അവതാരത്താൽ വധിക്കപ്പെട്ടു. ഇതിൽ രോഷാകുലനായ ഹിരണ്യകശിപു ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ തപസ് അനുഷ്ഠിച്ച് അഭേദ്യതയുടെ ഒരു വരം നേടാൻ തീരുമാനിച്ചു. 3 ലോകങ്ങളെയും കീഴടക്കിയ ശേഷം അദ്ദേഹം വിഷ്ണുവിന്റെ നരസിംഹ അവതാരത്താൽ വധിക്കപ്പെട്ടു. യുധിഷ്ഠിരൻ ആരെയും തന്റെ ശത്രുവായി ഗണിക്കുന്നില്ല. അതിനാൽ അജാതശത്രു എന്ന നാമത്തിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. സാക്ഷാൽ ധർമ്മദേവന്റെ സമ്പൂർണാവതാരമായിരുന്നു യുധിഷ്ഠിരൻ എന്ന് വിശ്വസിക്കുന്നു. തന്റെ സഹോദരങ്ങളെ അപേക്ഷിച്ച് വലിപ്പത്തിലും ശക്തിയിലും ഒന്നാമനായിരുന്ന ഭീമൻ 3 ലോകങ്ങളിലും ഏറ്റവും ശക്തനായി കരുതപ്പെട്ടിരുന്നു. ദ്വാപരയുഗത്തിൽ മല്ലയുദ്ധത്തിൽ അഗ്രഗണ്യൻ ആയി അറിയപ്പെട്ട യോദ്ധാവ് ആയിരുന്നു ഭീമൻ. ഐതിഹ്യമനുസരിച്ച്
അവളുടെ സ്വർഗീയ സൗന്ദര്യവും ഇന്ദ്രിയതയും കാരണം ഇന്ദ്രാണിയെ നിരവധി പുരുഷന്മാർ ആഗ്രഹിച്ചു. അവരിൽ പലരും അവളെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചു. വൃത്രാസുരനെ വധിക്കുന്നതിനായി ഇന്ദ്രൻ തപസ്സനുഷ്ഠിക്കുമ്പോൾ ചന്ദ്രവംശത്തിലെ രാജാവായ നഹുഷനെ സ്വർഗത്തിന്റെ ഭരണാധികാരിയായി തിരഞ്ഞെടുത്തു. ശചിയെ വശീകരിച്ച് തന്റെ രാജ്ഞിയാക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷേ അവൾ അവനെ സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കാനും പിന്നീട് തന്റെ ഭർത്താവുമായി വീണ്ടും ഒന്നിക്കാനും ഒരു തന്ത്രം പ്രയോഗിച്ചു. ദേവന്മാരുടെയും അസുരന്മാരുടെയും പുനർജന്മങ്ങളെക്കുറിച്ചുള്ള ഈ പര്യവേക്ഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. ഈ വീഡിയോ ഉൾക്കാഴ്ചയുള്ളതായി നിങ്ങൾ കണ്ടെത്തിയാൽ അസ്തിത്വത്തിന്റെ നിഗൂഢതകളിലേക്കുള്ള കൂടുതൽ യാത്രകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.